ഹായ് ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് 5-ാം തീയതിയാണ്. 5-ാം തീയതി രാവിലെ 10 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ശരിക്കും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അപ്പർ കുട്ടനാട് തിരുവല്ല ഭാഗത്തൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സ്ഥലം പൊടിയാടിയാണ്. ഇവിടെ നന്നായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ചെടിയൊക്കെ വെച്ചേക്കുന്ന സ്ഥലങ്ങളില്ലേ, ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. റോസെല്ലാം വെള്ളത്തിൽ കുടുങ്ങി പോയിട്ടുണ്ട്. ഗൈസ് ഒക്കെ രക്ഷപ്പെടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതെല്ലാം വെള്ളത്തിലിരുന്ന ചെടികളാണ്. അവിടെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. ഇവിടെ നിന്നെല്ലാം കുറഞ്ഞു. ഏകദേശം ഈ ചെടിച്ചട്ടിയൊക്കെ മുങ്ങി നിന്നതാണ്. ഇതിൻ്റെയൊക്കെ മേളിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് ഒരു 1-1.5 അടി വെള്ളം നമുക്കിവിടെ, 1.25 അടിയെങ്കിലും വെള്ളം നമുക്കിവിടെ കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം വെള്ളം നന്നായിട്ട് തെളിഞ്ഞു. ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. വെള്ളം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് വെള്ളം. അപ്പം കിഴക്കു നിന്നുള്ള വെള്ളത്തിൻ്റെ വരവൊന്നും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. അവിടെ പൊക്കി വെച്ചിരിക്കുന്ന ചെടികളില്ലേ, ഇതിൻ്റെയൊക്കെ ഈ ചട്ടികളുടെയൊക്കെ മുകളിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതാണ്. ആ ചെടിയൊക്കെ സർവൈവ് ആവുമെന്നൊന്നും അറിയില്ല. അപ്പം നമുക്കെന്തായാലും കുറേ ചെടികളുടെയൊക്കെ നഷ്ടം നമുക്കുണ്ടാവും. അപ്പോൾ ഈ വരുന്ന വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഫോഴ്സിൽ ഉള്ള ഒരു വരവ് ചിലപ്പോൾ നമ്മുടെ കുട്ടനാട് ഭാഗത്തേക്ക് വന്നേക്കാം. എന്നാലും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം കിഴക്കു നിന്നുള്ള വെള്ളത്തിൻ്റെ വരവ് നമുക്കിവിടെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു അപ്ഡേഷൻ. വെള്ളപ്പൊക്കത്തിൻ്റെ വെള്ളം നമുക്കിവിടെ നന്നായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കലക്കലൊക്കെ തെളിഞ്ഞ വെള്ളമാണ് ഒഴുകുന്നത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.